നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഇന്ന് സയൻസ് ഒരു 17 ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ആണ്. അപ്പൊ ക്ലാസ്സിലേക്ക് പോയാലോ? മോക്ക് ടെസ്റ്റ് എല്ലാവരും റെഡി ആയിട്ടിരിക്കുക. പേനയും പേപ്പറും ഒക്കെ എടുത്ത് സെറ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് താഴെ മസ്റ്റ് ആയിട്ടും കമന്റ് ചെയ്തേക്കണേ. അപ്പൊ അതനുസരിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസിന്റെ നിലവാരം കൂട്ടുകയോ കുറയ്ക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. പിന്നെ ക്വസ്റ്റ്യൻ മാത്രമല്ല, അതിന്റെ കൂടെ റിലേറ്റഡ് ഫാക്റ്റും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇനിയും ഏത് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റുകളാണ് നിങ്ങൾക്ക് കൂടുതൽ വേണ്ടത്, ആ കാര്യം കൂടി താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാറുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ബ്രാസിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻസ് പറയട്ടെ. സിങ്ക് ലെഡ്, സിങ്ക് ടിൻ, സിങ്ക് കോപ്പർ, സിങ്ക് അലുമിനിയം. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ സി, സിങ്കും കോപ്പറും ആണ് ബ്രാസിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ. കുറച്ച് ലോഹങ്ങളും അവയുടെ അയിരുകളും നോക്കിയാലോ. അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ്. മെർക്കുറിയുടെ അയിരേതാ? സിന്നബാർ ആണ് മെർക്കുറിയുടെ അയിര്. സിങ്കിന്റെ അയിരാണ് PSC ഇപ്പൊ നിരവധി തവണയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കലാമിനാണ് സിങ്കിന്റെ അയിര്. ഇസഡൻ ആണ് സിങ്കിന്റെ പ്രതീകം. സിങ്കിന്റെ അയിര് ഏതാണ്? കലാമിനാണ്. ടൈറ്റാനിയത്തിന്റെ അയിരുകൾ ഏതൊക്കെ? ഇൽമനൈറ്റും റൂട്ടൈലുമാണ് ടൈറ്റാനിയത്തിന്റെ അയിരുകൾ. ലെഡിന്റെ അയിര് ഏതാ? ലെഡിന്റെ അയിര് ഏതാണ്? ഗലീനയാണ്. മഗ്നീഷ്യത്തിന്റെ അയിര് ഏതാണ്? മാഗ്നസൈറ്റ് ആണ് മഗ്നീഷ്യത്തിന്റെ അയിര്. തോറിയത്തിന്റെ അയിര് ഏതാണെന്ന് ചോദിച്ചാൽ മോണോസൈറ്റ്. അടുത്ത ചോദ്യം, പഞ്ചാബിലെ സത്ലജ് നദിയിൽ നിന്നും കണ്ടെത്തിയ അപൂർവ മൂലകം ഏതാണ്? ടെനിസൺ ആണോ, അസ്റ്റാറ്റിൻ ആണോ, ടാന്റലം ആണോ, ടെലൂറിയം ആണോ? ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. ഉത്തരം ഓപ്ഷൻ സി, ടാന്റലം ആണ് പഞ്ചാബിലെ സത്ലജ് നദിയിൽ നിന്നും കണ്ടെത്തിയ അപൂർവ മൂലകം. ഭൂമിയിൽ ജീവന് അടിസ്ഥാനമായ മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ കാർബൺ ആണ്. ഓർക്കുക. കടൽ പായലുകളിൽ സമൃദ്ധമായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഫോസ്ഫറസ് ആണ് കടൽ പായലുകളിൽ സമൃദ്ധമായി കാണപ്പെടുന്ന മൂലകം. അറ്റോമിക ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന മൂലകം ഏതാണ്? സീസിയം ആണ് അറ്റോമിക ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന മൂലകം. റബ്ബറിന്റെ കാഠിന്യം കൂട്ടുവാൻ ഉപയോഗിക്കുന്ന മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ സൾഫർ ആണ്. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരെന്താ? റബ്ബറിന്റെ കാഠിന്യം കൂട്ടുവാൻ സൾഫർ ചേർക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ്? വൾക്കനൈസേഷൻ. ഓർക്കുക. ഇലക്ട്രോ പോസിറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? സീസിയം ആണ്. ഈ സീസിയം തന്നെയാണ് അറ്റോമിക ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്ന മൂലകം എന്ന് ഓർക്കുക. അടുത്ത ചോദ്യം നോക്കാം. വികിരണോർജത്തിന്റെ ഏറ്റവും ചെറിയ കണികയ്ക്ക് ഫോട്ടോൺ എന്ന പേര് നൽകിയത് ആര്? ഐൻസ്റ്റീൻ, ഹെർട്സ്, ഹെയ്സൻബർഗ്, ഗിൽബർട്ട്, ന്യൂട്ടൺ, ലൂയിസ്. ഉത്തരം എഴുതിക്കോളൂ. ഓപ്ഷൻ സി, ഗിൽബർട്ട് ന്യൂട്ടൺ ലൂയിസ് ആണ് വികിരണോർജത്തിന്റെ ഏറ്റവും ചെറിയ കണികയ്ക്ക് ഫോട്ടോൺ എന്ന പേര് നൽകിയത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന സംയുക്തങ്ങളിൽ ഹൈഡ്രജൻ ബന്ധനം ഉള്ള തന്മാത്രകൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെ? എ ജലം, ബി ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, സി അമോണിയ, ഡി ഇവയെല്ലാം. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ഡി, ഇവയെല്ലാം. ജലത്തിലായാലും ഹൈഡ്രജൻ ഫ്ലൂറൈഡിലായാലും അമോണിയയിലായാലും ഹൈഡ്രജൻ ബന്ധനം ഉണ്ട്. അപ്പൊ ഹൈഡ്രജനെ പറ്റി കുറച്ച് പോയിന്റ്സ് നോക്കാം. ഹൈഡ്രജന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 1 ആണ് ഹൈഡ്രജന്റെ അറ്റോമിക നമ്പർ. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നർത്ഥം വരുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. അറ്റോമിക നമ്പറും മാസ് നമ്പറും 1 മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഹൈഡ്രജൻ. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ആണ്. മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏതാണ്? ഹൈഡ്രജൻ. സ്വയം കത്തുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഹൈഡ്രജൻ. അപ്പൊ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചാലും സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചാലും ഏത് തന്നെയാണ്? ഹൈഡ്രജൻ തന്നെയാണ്. ഇനി PSC മുൻകാലങ്ങളിൽ ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്, വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ഏത്? ഹൈഡ്രജൻ ആണ്. സസ്യ എണ്ണകളിലൂടെ
സസ്യ എണ്ണകളിലൂടെ ഹൈഡ്രജൻ വാതകം കടത്തിവിട്ടാണ് വനസ്പതി നിർമ്മിക്കുന്നത്. ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ. മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ അല്ലേ ന്യൂക്ലിയസിലെ ന്യൂട്രോണിന്റെ നമ്പർ. അപ്പോൾ 1 - 1 0 ആണ്. അപ്പോൾ 0 ആണ് ന്യൂക്ലിയസിലെ ന്യൂട്രോണിന്റെ എണ്ണം ഹൈഡ്രജനില്. അപ്പൊ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. അടുത്ത ചോദ്യം, മാസ് സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ആര്? എ നീൽസ് ബോർ, ബി ഐസക് ന്യൂട്ടൺ, സി ഷ്രോഡിംഗർ, ഡി ലാവോസിയ. ഉത്തരം എഴുതിക്കോളൂ. ലാവോസിയയാണ് മാസ സംരക്ഷണ നിയമം പ്രസ്താവിച്ചത്. ആരാണെന്ന് ചോദിച്ചാൽ ലാവോസിയയാണ്. മാസ സംരക്ഷണ നിയമം എന്താണ്? ഒരു രാസപ്രവർത്തനത്തിൽ മാസ നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്ന് പ്രസ്താവിക്കുന്ന നിയമം മാസ സംരക്ഷണ നിയമം. കൺഫ്യൂഷൻ വേണ്ട, ഇവിടെ ഓപ്ഷൻസ് കണ്ടിട്ട് കൺഫ്യൂഷൻ വേണ്ട. ലാവോസിയ തന്നെയാണ് ഒരു രാസപ്രവർത്തനത്തിൽ മാസ നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്ന് പ്രസ്താവിച്ചത് മാസ സംരക്ഷണ നിയമം. അപ്പൊ ലാവോസിയന്റെ കുറച്ച് കോൺട്രിബ്യൂഷൻസ് നോക്കാം. ഓക്സിജനും ഹൈഡ്രജനും ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ്? രസതന്ത്രജ്ഞൻ ആരാണ്? ആന്റോയിൻ ലാവോസിയയാണ്. മൂലകങ്ങളെ ആദ്യമായി ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന് വേർതിരിച്ചതും ആന്റോയിൻ ലാവോസിയ. ഹൈഡ്രജനും ഓക്സിജനും പേര് നൽകിയ വ്യക്തി ആന്റോയിൻ ലാവോസിയ. ആധുനിക രസതന്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആന്റോയിൻ ലാവോസിയ. ഏതൊരു വസ്തുവിനും ജ്വലിക്കുവാൻ ഓക്സിജൻ വേണമെന്ന് തെളിയിച്ച വ്യക്തി ആന്റോയിൻ ലാവോസിയ. ശ്വസന പ്രക്രിയയിൽ ഓക്സിജൻ ആഗിരണം ചെയ്യപ്പെടുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുമെന്ന് ആദ്യമായി കണ്ടെത്തിയ വ്യക്തി ആന്റോയിൻ ലാവോസിയ. അടുത്ത ചോദ്യം, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏത്? അയോഡിൻ 131, യുറേനിയം 235, കൊബാൾട്ട് 60, അയൺ 59. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ എ അയോഡിൻ 131 ആണ്. അടുത്ത ചോദ്യം, ഏത് നിശ്ചിത അനുപാതത്തിൽ ഏതെല്ലാം ആസിഡുകൾ ചേർത്താണ് അക്വാ റീജിയ നിർമ്മിക്കുന്നത്? ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതിക്കോണേ. ഉത്തരം ഓപ്ഷൻ ബി HNO3യും HClഉം ആണ്. റേഷ്യോ ഏതാ? 1:3 റേഷ്യോ ആണ്. 1:3. അടുത്ത ചോദ്യം, ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏത്? ക്രോമിയം, ഓസ്മിയം, അയൺ, ടങ്സ്റ്റൺ. ഉത്തരം എഴുതിക്കോളൂ. ക്രോമിയം ആണ്. ക്രോമിയം. നമുക്ക് കുറച്ച് ലോഹ സങ്കരങ്ങൾ നോക്കിയാലോ. നമ്മുടെ ആദ്യത്തെ ചോദ്യം തന്നെ ബ്രാസിന്റെ ചോദ്യം അല്ലായിരുന്നോ? ബ്രാസിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ ഏതെല്ലാമാണ്? ബ്രാസ് അഥവാ പിച്ചള. ചെമ്പും സിങ്കും ആണ്. ചെമ്പും സിങ്ക് അല്ലെങ്കിൽ സിങ്കും കോപ്പറും ആണ്. ചെമ്പെന്ന് വെച്ചാൽ കോപ്പർ. അപ്പൊ കുറച്ച് ലോഹസങ്കരങ്ങൾ നോക്കാം. ബ്രാസ് പറഞ്ഞു. ഇനി ബ്രോൺസ് എന്ന് വെച്ചാൽ എന്താണ്? ബ്രോൺസ് എന്ന് വെച്ചാൽ വെങ്കലമാണ്. വെങ്കലത്തിൽ അടങ്ങിയിരിക്കുന്നത് ചെമ്പ്, കോപ്പറും ടിന്നുമാണ്. കോപ്പറും ടിന്നുമാണ് ഏതിൽ അടങ്ങിയിരിക്കുന്നത്? ബ്രോൺസ് അഥവാ വെങ്കലത്തിൽ അടങ്ങിയിരിക്കുന്നത്. ടിൻ അല്ലെങ്കിൽ വെളുത്തീയം എന്ന് തന്നിരിക്കും. സോൾഡറിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതെല്ലാം? ടിന്നും ലെഡും. സോൾഡർ എന്നത് ലോഹസങ്കരമാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ടിന്നും ലെഡുമാണ്. ഇലക്ട്രത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതെല്ലാം? സ്വർണവും വെള്ളിയുമാണ്. സ്വർണവും വെള്ളി. സ്റ്റീൽ അഥവാ ഉരുക്കിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതെല്ലാമാണ്? ഇരുമ്പും കാർബണുമാണ്. ഇരുമ്പും കാർബണും. ഓക്കെ, ഇനി കുറച്ച് ലോഹങ്ങളുടെ സവിശേഷതകളാണ് പറയാൻ പോകുന്നത്. ലോഹങ്ങളുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഡക്റ്റിലിറ്റി, മാലിബിലിറ്റി, സൊണോറിറ്റി, കണ്ടക്ടിവിറ്റി, ലോഹദ്വിതി എന്നിവയാണ് ലോഹങ്ങളുടെ സവിശേഷത. മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹസങ്കരം ഏതാ? ഓട് അഥവാ ബ്രോൺസ്. ബ്രോൺസ് എന്നാൽ വെങ്കലമാണ്. ചെമ്പും ടിന്നുമാണ് അതിനകത്തെ ലോഹങ്ങൾ. മെർക്കുറിയുടെ ലോഹസങ്കരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അമാൽഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അമാൽഗം. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? അൽനിക്കോയാണ് കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം. അൽനിക്കോ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഹീറ്റിംഗ് ഓയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? നിക്രോം ആണ്. നിക്രോം. ഇനി പെൻഡുലം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാന്ന് ചോദിച്ചാൽ ഇൻവാർ ആണ്. ഇൻവാറിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാ? നിക്കലും ഇരുമ്പുമാണ്. നിക്കലും ഇരുമ്പും. അടുത്ത ചോദ്യം, K പൊട്ടാസ്യം, Mg മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ എന്നീ മൂലകങ്ങളുടെ ലോഹ സ്വഭാവത്തിന്റെ ശരിയായ ക്രമം ഏത്? ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതിക്കോളാം. ഉത്തരം ഓപ്ഷൻ എ K > Mg > Al > Si. ഐസോടോപ്പുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത്? 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഒരു മൂലകത്തിന്റെ എല്ലാ ഐസോടോപ്പുകളും ഒരേ രാസ സ്വഭാവം കാണിക്കുന്നു. ന്യൂക്ലിയസിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണത്തിന് ഒരു മൂലകത്തിന്റെ രാസഗുണങ്ങളിൽ സ്വാധീനം വളരെ കൂടുതലാണ്. അപ്പോ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ എ ഒന്ന് മാത്രം. ഒരു മൂലകത്തിന്റെ എല്ലാ ഐസോടോപ്പുകളും ഒരേ രാസ സ്വഭാവം കാണിക്കുന്നു എന്നതാണ് ശരി. അടുത്ത ചോദ്യം, ഹൈഡ്രജൻ ആറ്റത്തിന്റെ ബോർ മാതൃകയുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതെല്ലാം?
ഓർബിറ്റലിലെ ഇലക്ട്രോണിന്റെ ഊർജം സമയത്തിനനുസരിച്ച് മാറുന്നില്ല. ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോൺ കൃത്യമായ ആരവും ഊർജവുമുള്ള വൃത്താകൃതിയിലുള്ള പാതയിൽ കൂടി ന്യൂക്ലിയസിനെ ചുറ്റുന്നു. ഈ പാതകളെ ഓർബിറ്റലുകൾ എന്ന് പറയുന്നു. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതിക്കോളാം. ഓപ്ഷൻ എ 1 മാത്രമാണ് ശരി. അടുത്ത ചോദ്യം, ആവർത്തന പട്ടികയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ പ്രസ്താവന, ഒരു മൂലകത്തിന്റെ പീരീഡ് നമ്പർ ആ മൂലകത്തിന്റെ ഏറ്റവും ഉയർന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം സംഖ്യയ്ക്ക് അനുസൃതമായിരിക്കും. രണ്ടാമത്തെ പ്രസ്താവന, ആവർത്തന പട്ടികയിൽ 18 പീരീഡും 7 ഗ്രൂപ്പും കാണപ്പെടുന്നു. മൂന്നാമത്തെ പ്രസ്താവന, ആധുനിക ആവർത്തന പട്ടികയിൽ അറ്റോമിക സംഖ്യ 100 ഉള്ള മൂലകം സീബോർഗിയം ആണ്. അപ്പോൾ തെറ്റായത് ഏതൊക്കെ? ഓപ്ഷൻസ് ഇന്ന് ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം ആണ് തെറ്റായിട്ടുള്ളത്. അടുത്ത ചോദ്യം, n-1 into d⁻1 to 10 n(s)0 to 2 എന്ന ബാഹ്യ ഇലക്ട്രോൺ വിന്യാസം ഏത് ബ്ലോക്കിലുള്ള മൂലകങ്ങൾക്കാണ്? എസ് ബ്ലോക്ക് ആണോ, പി ബ്ലോക്ക് ആണോ, എഫ് ബ്ലോക്ക് ആണോ, ഡി ബ്ലോക്ക് ആണോ? ഉത്തരം എഴുതിക്കോളൂ. 10 വരെ ഉള്ളത് ഏതാണ്? ഡി ബ്ലോക്ക് ആണ്. ഡി ബ്ലോക്ക്. അടുത്ത ചോദ്യം, ഓസ്റ്റ്വാൾഡ് പ്രക്രിയയിൽ അമോണിയയുടെ ഓക്സീകരണത്തിന് ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏത്? പ്ലാറ്റിനം, നിക്കൽ, ഇരുമ്പ്, വനേഡിയം. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ എ, പ്ലാറ്റിനം ആണ് ഓസ്റ്റ്വാൾഡ് പ്രക്രിയയിൽ അമോണിയയുടെ ഓക്സീകരണത്തിന് ഉപയോഗിക്കുന്ന ഉൽപ്രേരകം. അടുത്ത ചോദ്യം നോക്കാം, ശരിയായ ജോഡി ഏതെല്ലാം? ബെൽ മെറ്റൽ, നിക്കലിന് പകരം ചെമ്പ് എന്ന് എഴുതിക്കോട്ടോ. ചെമ്പ്, ടിൻ, ചെമ്പ്, ടിൻ, നിക്രോം, നിക്കൽ, ക്രോമിയം, നിക്കൽ, ക്രോമിയം, ഇരുമ്പ്, ബ്രാസ്, സിങ്ക്, കോപ്പർ. ഓപ്ഷൻ 1ഉം 2ഉം ശരി, 1 മാത്രം, 1ഉം 3ഉം ശരി. ഇവയെല്ലാം. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ഡി, ഇവയെല്ലാം ആണ് ശരി. ഇവയെല്ലാം. അടുത്ത ചോദ്യം, റുദർഫോർഡിന്റെ ആറ്റം മാതൃകയെ സംബന്ധിച്ച് തെറ്റായത് ഏത്? ആറ്റത്തിന് ന്യൂക്ലിയസ് എന്നൊരു കേന്ദ്ര ഭാഗമുണ്ട്. ആറ്റത്തിൽ ഭൂരിഭാഗവും ന്യൂക്ലിയസ് ഉൾക്കൊള്ളുന്നു. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും ഓർബിറ്റലിൽ വേഗത്തിൽ പ്രദക്ഷിണം ചെയ്യുന്നു. ആറ്റത്തിന്റെ മുഴുവൻ മാസും ന്യൂക്ലിയസിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ബി, ആറ്റത്തിൽ ഭൂരിഭാഗവും ന്യൂക്ലിയസ് ഉൾക്കൊള്ളുന്നു എന്നത് റുദർഫോർഡിന്റെ ആറ്റം മാതൃകയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനയാണ്. അവസാനത്തെ ചോദ്യം, റേഡിയോ ആക്റ്റീവത സംബന്ധിച്ച പ്രസ്താവനകൾ പരിഗണിക്കുക. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആദ്യത്തെ പ്രസ്താവന, യുറേനിയം, തോറിയം തുടങ്ങിയ മൂലകങ്ങൾ സ്വയം ചില വികിരണങ്ങൾ പുറത്തുവിടുന്ന പ്രതിഭാസമാണ് റേഡിയോ ആക്റ്റീവത. പ്രധാനമായും 3 തരം കിരണങ്ങളാണ് റേഡിയോ ആക്റ്റീവതയുടെ ഫലമായി ഉണ്ടാകുന്നത്. നെഗറ്റീവ് ചാർജും മാസുമുള്ള ആൽഫ കിരണങ്ങളും പോസിറ്റീവ് ചാർജുള്ള ബീറ്റ കിരണങ്ങളും മാസില്ലാത്ത ഗാമ കിരണങ്ങളും റേഡിയോ ആക്റ്റീവതയുടെ ഫലമായി രൂപപ്പെടുന്നു. ഓപ്ഷൻ 1 1ഉം 3ഉം ശരി, 2 മാത്രം ശരി, 1ഉം 3ഉം ശരി, 2 തെറ്റ്, 1ഉം 2 ശരി, 3 തെറ്റ്. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം ശരി, 3 തെറ്റ് എന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ചോദ്യങ്ങൾ. മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തോ? നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് മസ്റ്റ് ആയിട്ടും താഴെ കമന്റ് ചെയ്തിരിക്കുക. ഏതൊക്കെ ഏരിയാസിലാണ് തെറ്റ് വന്നത് എന്നുള്ളതും കൂടി മനസ്സിലാക്കി ആ ഏരിയ കൂടുതലായിട്ടും പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഈ ചോദ്യത്തില് കൂടുതലായിട്ടും ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്ന ലോഹസങ്കരങ്ങളെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 2-3 ചോദ്യങ്ങൾ വന്നു. പിന്നെ ലോഹങ്ങളെ പറ്റി നന്നായിട്ട് തന്നെ നോക്കിയിരിക്കുക. ആവർത്തന പട്ടിക നോക്കുക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. മോക്ക് ടെസ്റ്റ്, ഇനി ഏത് സബ്ജക്റ്റിന് മോക്ക് ടെസ്റ്റ് ആണ് വേണ്ടത് എന്നുള്ളത് താഴെ മസ്റ്റ് ആയിട്ടൊന്ന് കമന്റ് ചെയ്തിരിക്കുക. എല്ലാവർക്കും ഈ ഒരു മോക്ക് ടെസ്റ്റും കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം പ്രിപ്പറേഷൻ. Thank you.